പരമേശ്വരിയുടെ അനുഗ്രഹ കലകൾ കൊണ്ട് ദിവ്യമായ കൊടുവല്ലൂർ ശ്രീ ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 4ാം ദിവസമായി ഇന്ന് നമ്മളിവിടെ വിശേഷങ്ങൾ നടക്കുന്ന വിദ്യാരാജഗോപാല പൂജയും അതോടൊപ്പം നടത്തുന്ന മാതൃപൂജയും നമ്മൾ ആരംഭിക്കുകയാണ്. അവരവരുടെ അമ്മമാരെ പൂജിക്കുവാൻ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ദിവ്യമായ ഒരു സന്ദർഭത്തെ വളരെ നന്നായ വിധത്തിൽ ചിന്തിക്കുവാൻ, പൂജ കഴിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. മാതൃത്വത്തിന്റെ ബലം, ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് അമ്മ എന്ന സങ്കല്പം. ആ ബഹുമതി ലഭിച്ച ഈ നാട്ടിലെ നല്ലവരായ ഓരോ അമ്മമാരുടെയും പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇങ്ങനെയൊരു നല്ല കർമ്മത്തിന്റെ ഭാഗമായി നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ മക്കളെ സഹിതം ഇവിടെ എത്താൻ സാധിച്ച പുണ്യം പൂർവ്വപുണ്യ സുഹൃതമായി അവരവരുടെ അമ്മയെ കുട്ടികൾ പൂജിക്കുന്ന സൗഭാഗ്യം കുട്ടികളെക്കാൾ വലുത് അമ്മമാർക്കാണ്. തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നല്ലവരായ കുഞ്ഞുങ്ങൾ. ആ നല്ലവരായ കുഞ്ഞുങ്ങൾ നമ്മളെ പൂജിക്കുന്നു, നമ്മുടെ പാദങ്ങൾ കഴുകി നമ്മളോട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യമായ ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരു വലിയ ഗുണകരമായ, നിങ്ങൾ ഓരോരുത്തരും വീണ്ടും വീണ്ടും ചിന്തിക്കാവുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ ഏടുകളിൽ ഈ ക്ഷേത്രത്തിന്റെ മഹത്വം നിലനിൽക്കുവാൻ ഈ ഒരു കർമ്മത്തിന് സാധിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പൂജ ആരംഭിക്കുകയാണ്. അഥവാ ഇനി കുട്ടികൾ ആരെങ്കിലും വരുവാണെങ്കിൽ ആ കൂട്ടത്തിൽ കുട്ടികൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ? കുട്ടി അമ്മയും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇരിക്കാം. ഇല്ല, നമുക്കൊന്ന് ആരംഭിക്കാം. എല്ലാവരും തൊഴുക, അവരവരുടെ അമ്മയെ നോക്കി തൊഴുക. അമ്മ പറയും നോക്കടാ ഇങ്ങോട്ടാ, പറയണം. ഇങ്ങനെ കുഞ്ഞുങ്ങളോട് പറയണം, നോക്കടാന്ന് തന്നെ പറയാം. തൊഴുത് പ്രാർത്ഥനകളോടെ നിങ്ങളുടെ മനസ്സിൽ നന്നായി പ്രാർത്ഥിക്കുക. ഈ നാടിന്റെ ദേവതയായിരിക്കുന്ന കൊടുവല്ലൂർ ഭഗവതിയോട് മനസ്സിൽ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ, കുട്ടികളെല്ലാം കണ്ണുകൾ അടച്ചാൽ, നന്നായി കണ്ണുകൾ അടച്ചാൽ, നിവർന്നിരുന്ന കുഞ്ഞുങ്ങളെല്ലാം കൊടുവല്ലൂർ ദേവീക്ഷേത്രത്തിലെ ഭഗവതിയെ, ആ ദേവിയുടെ തിരുമുഖത്തെ, ചന്ദനം ചാർത്തി സൗന്ദര്യവതിയായിരിക്കുന്ന ആ ദേവിയുടെ മുഖം എല്ലാവരും മനസ്സിലൊന്ന് കണ്ടാൽ. അമ്മമാരിപ്പോ മുന്നോട്ട് എല്ലാവരും ഒരമ്മയും കൂടി വന്നാണ്. അവിടെ നിന്നൊരു അമ്മയെ ആരെങ്കിലും അല്ലയോ അമ്മ, ഉറക്കെ എല്ലാ കുട്ടികളും പറയണം അവരുടെ അമ്മയോട്, അല്ലയോ അമ്മേ, ഞങ്ങൾ അമ്മയെ പൂജിക്കുകയാണ്. അതിന് അമ്മയുടെ അനുഗ്രഹവും അനുവാദവും ഉണ്ടാകണം. എല്ലാ അമ്മമാരും കുട്ടികളോട് പറയണം, മാതൃപൂജ ചെയ്യുവാനുള്ള അനുഗ്രഹവും അനുവാദവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് തൊഴുതുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ട് അവരോട് പറയണം. ഇനിയും വേണ്ടത്, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പൂവൊക്കെ ഒന്ന് അല്പം സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അമ്മമാര് പാദങ്ങള് ഇങ്ങോട്ട് നീക്കി വെക്കണം. കുട്ടികൾക്ക് കാണത്തക്ക വിധത്തിൽ, അവരുടെ കൈ എത്തുന്ന വിധത്തിൽ പാദങ്ങൾ കാണിച്ചു കൊടുക്കണം. അമ്മച്ചൂടെ മുന്നോട്ട് വരും. മാറിയോ? റെഡിയായി? പാദച്ചൂടെ മുന്നോട്ട് നീക്കി വെച്ചാക്കാം. അവരുടെ മുമ്പിലോട്ട് ഇലയൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് പാദങ്ങൾ അമ്മമാരുടെ അടുക്കൽ, അമ്മമാര് പാദങ്ങൾ കുട്ടികളുടെ അടുത്തോട്ട് വെക്കുക. കുട്ടികളെല്ലാം ഗ്ലാസ് കയ്യിൽ വെക്കുക. ഇടത്തെ കൈ പിടിക്കുക, ഗ്ലാസ് അല്ല, ലെഫ്റ്റ് ഹാൻഡിൽ. അതേ അറിയത്തുള്ളൂ. ഇടത്തെ കൈ എന്ന് പറഞ്ഞാൽ അമ്മയെ ഒന്നും ചെയ്യണ്ട, ഞാൻ പറഞ്ഞു കൊടുക്കാം. നിങ്ങളുടെ ഇടത്തെ കയ്യിൽ ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, എടുത്തോ. വലത്തെ കൈയിലേക്ക് അല്പം വെള്ളം ഒഴിക്കുക.
എന്നിട്ട് അമ്മയുടെ പാദത്തിലേക്ക് ആ വെള്ളം തളിച്ച് നന്നായി തടവുക. ഒരിക്കൽ കൂടി കയ്യിൽ വെള്ളം എടുത്ത് ഇങ്ങനെ വെള്ളം തളിച്ച് തടവും. ഒന്നുകൂടെ തടവും. തടവും. ഇനിയിപ്പോ ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് പുറകിലോട്ട് മാറ്റി വെച്ചേക്കും. ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം എടുത്ത് പുറകിലോട്ട് മാറ്റി വെക്കും. അമ്മയുടെ പാദത്തിലേക്ക് നിങ്ങൾ രണ്ട് കൈ കൊണ്ടും തൊട്ടാൽ നിങ്ങളുടെ കയ്യിൽ ഒരല്പം വെള്ളമയം പറ്റും. രണ്ട് കൈ കൊണ്ട് തൊട്ടാൽ അമ്മയുടെ പാദത്തിലേക്ക് നന്നായിട്ട് തൊട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അല്പം വെള്ളം കിട്ടും, ഇല്ലേ? ആ വെള്ളം നിങ്ങളുടെ ദേഹത്തേക്ക് തളിക്കുക. എടുത്ത് അവരവരുടെ ദേഹത്തേക്ക് തളിക്കുക. അമ്മയുടെ പാദം കഴുകിയ തീർത്ഥങ്ങൾ തന്റെ ശിരസിൽ തളിച്ച് അമൃതസ്വരൂപികളായി മാറിയ കുട്ടികൾ അമ്മയെ പൂജിക്കുകയാണ്. പൂക്കൾ കയ്യിലെടുക്കുക. 2 പൂക്കൾ കയ്യിലെടുത്ത് ഇനിയും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ നോക്കേണ്ടത് അമ്മയുടെ കണ്ണുകളിലേക്കാണ്. എല്ലാ കുട്ടികളും അമ്മമാരുടെ കണ്ണുകളിലേക്ക് നോക്കി ചിരിയൊക്കെ വരും. കുട്ടികൾ ചിരിക്കരുത്, അമ്മയൊക്കെ ചിരിക്കും. അന്ന് നിങ്ങൾ കുഞ്ഞുങ്ങൾ നോക്കണ്ട. വളരെ ഗൗരവത്തോടെ നമ്മൾ അമ്മയോട് കുറച്ച് കാര്യം സംസാരിക്കാൻ പോവുകയാണ് ഭഗവാന്റെ മുമ്പിൽ വെച്ച്. ആ ഗൗരവത്തോടു കൂടി കുട്ടികൾ 2 കൈ കൊണ്ട് തൊഴുത്, കയ്യിൽ പൂക്കൾ വെച്ച് തൊഴുത് അമ്മയോട്. അമ്മയുടെ കണ്ണിലോട്ട് നോക്കണം, കണ്ണടച്ചിരിക്കരുത്. അമ്മയുടെ കണ്ണിലോട്ട് നോക്കിയാട്ടോ. ആ കണ്ണീന്ന് പൂ ഇടുന്നത് വരെ നമ്മൾ ആ കണ്ണീന്ന് ദൃഷ്ടി മാറ്റരുത്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉറക്കെ പറയണോ? അല്ലയോ അമ്മേ, അമ്മയുടെ മക്കളായി ജനിക്കാൻ കഴിഞ്ഞ സൗഭാഗ്യത്തെ ഞാൻ ഈ നിമിഷം സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. 10 മാസത്തോളം അമ്മ എന്നെ ചുമന്ന ഏറ്റവും വലിയ വേദനയായ പ്രസവ വേദന അനുഭവിച്ച് അമ്മ എന്നെ പ്രസവിച്ചതും 1 വർഷത്തിലധികം കാലം എന്നെയും കൊണ്ട് ഉണ്ടായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളിലൊന്നും അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമാകാതെ എന്നെ പരിചരിച്ച അല്ലയോ എൻ്റെ അമ്മേ, അമ്മ എൻ്റെ ദൈവമാണ്, അമ്മ എൻ്റെ ദൈവമാണ്, അമ്മ എൻ്റെ ദൈവമാണ്. അമ്മയെ ഞാൻ പൂജിക്കുന്നു. ആ പൂക്കൾ അമ്മയുടെ പാദത്തിലേക്ക് ഇട്ടാക്കാം. അല്പം കൂടി പൂക്കൾ എടുക്കാം. അല്ലയോ അമ്മേ, എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിജയങ്ങളുടെയും അധികാരവും അവകാശവും എൻ്റെ അമ്മയ്ക്കാണ്. എൻ്റെ ഭാഗത്തു നിന്നും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും വാക്കുകൾ കൊണ്ടോ ദൃഷ്ടികൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. അമ്മ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിക്കണം. ആ പൂക്കൾ കൂടി സമർപ്പിച്ചാൽ അല്പം കൂടി പൂക്കൾ എടുത്ത്. അല്ലയോ അമ്മേ, അമ്മയാണ് എനിക്ക് ഈ ലോകത്തെ കാണിച്ചു തന്നത്. അല്ലയോ അമ്മേ, അമ്മയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഗുരു. നന്മകളെയും നല്ലതിനെയും എനിക്ക് പറഞ്ഞു തന്ന, എന്നെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന് എൻ്റെ വളർച്ചകളെ നല്ല രീതിയിൽ നോക്കി നല്ല വഴികൾ നൽകി എന്നെ
ഇത്രയും വളർത്തി വലുതാക്കിയ അല്ലയോ എൻ്റെ അമ്മേ, അമ്മയുടെ പാദത്തിൽ ഞാൻ പൂക്കൾ സമർപ്പിച്ച് അമ്മയെ ഞാൻ പൂജിക്കുന്നു. അമ്മ എന്നെ അനുഗ്രഹിക്കണം, അമ്മ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിക്കണം. ആ പൂക്കൾ കൂടി സമർപ്പിച്ചാണ്. അല്പം കൂടി പൂക്കൾ എടുത്ത് ലോകത്തുള്ള ഈശ്വരന്മാരിൽ ഉറക്കെ പറഞ്ഞാണ്, ലോകത്തുള്ള ഈശ്വരന്മാരിൽ ഏറ്റവും വലിയ ഈശ്വരനായ അല്ലയോ എൻ്റെ അമ്മേ, അമ്മ എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹങ്ങൾ നല്ലതുപോലെ തന്ന എന്നെ നല്ല വിധത്തിൽ ജീവിതത്തിൽ വിജയിക്കുവാൻ, പഠനത്തിൽ വിജയിക്കുവാൻ, നല്ല സ്വഭാവശുദ്ധിയുള്ള കുട്ടികളായി മാറുവാൻ അമ്മയെ ഞാൻ പൂജിക്കുന്നു. അമ്മ എന്നെ അനുഗ്രഹിക്കണം, അമ്മ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിക്കണം. ആ പൂക്കൾ കൂടി സമർപ്പിച്ചാൽ അല്പം കൂടി പൂക്കൾ കയ്യിലെടുത്ത് ആ വിളക്ക് പിന്നെ കത്തിക്കാവേ. കുട്ടികൾ അവിടെ ഇരിക്കില്ല, അറിയാതെ കുട്ടികൾ പുറമോട്ടയോ. കരുണാമയിയായ എൻ്റെ അമ്മേ, എന്റെ ഭാഗത്തു നിന്നും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിക്കണം. ആ പൂക്കൾ സമർപ്പിച്ചാണ്. ഈ ബാക്കിയുള്ള പൂക്കളെല്ലാം കൂടെ കയ്യിലെടുത്ത് ആ ഇലയെടുത്ത് പുറകിലോട്ട് വെച്ച് പൂക്കളെല്ലാം എടുത്ത് കയ്യിലെടുത്തിട്ട് ഇലയെടുത്ത് പുറകിലോട്ട് കൊടുക്കാം. ഇലയെല്ലാം മാറ്റി വെച്ച് ഇലയെല്ലാം പുറകിലോട്ട് മാറ്റി വെച്ച് പൂക്കൾ കയ്യിലെടുത്ത് തൊഴുതുകൊണ്ട് അമ്മയെ നോക്കി, ഈ ലോകത്ത് ഏറ്റവും വലിയ ഈശ്വരനായ എൻ്റെ അമ്മേ, ഏറ്റവും വലിയ സുന്ദരിയായ എൻ്റെ അമ്മേ, അമ്മയുടെ അനുഗ്രഹങ്ങൾ എനിക്ക് എന്നും എപ്പോഴും എവിടെയും എന്നും ഉണ്ടാകണം. അറിയാതെ വാക്കാലോ പ്രവർത്തികളാലോ അമ്മയോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. എൻ്റെ അറിവില്ലായ്മയാണെന്ന് കണ്ട് അതെല്ലാം പുറത്ത് അമ്മ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിജയങ്ങൾക്കും അമ്മയാണ് കാരണം. ജീവിതത്തിൽ സമൂഹത്തിൽ നല്ലവരായി മാറുവാൻ അല്ലയോ അമ്മേ, അമ്മയെ ഞാൻ പൂജിക്കുന്നു. അമ്മ എന്നെ അനുഗ്രഹിക്കണം, അമ്മ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഈ പൂക്കൾ കൂടി ഇട്ടോട്ടെ. ഇനിയും കുട്ടികൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. അമ്മയുടെ പാദത്തിൽ നിങ്ങളുടെ നെറ്റി മുട്ടണം. ആ വിധത്തിൽ വേണം നിങ്ങൾ നമസ്കരിക്കുവാൻ. അമ്മയുടെ പാദത്തിൽ തൊട്ടോണ്ട് വേണം നമസ്കരിക്കാൻ. അതിപ്പോ കഴിക്കാം. നമസ്കരിച്ചാണ് എല്ലാവരും കുട്ടികളും നമസ്കരിച്ച് കുറച്ചു നേരം ഇങ്ങനെ അങ്ങോട്ട് കുനിഞ്ഞിരിക്കത്തില്ലേ, നന്നായിട്ട് അങ്ങോട്ട് കുനിഞ്ഞിരുന്നാട്ട് കുനിഞ്ഞ് അമ്മയുടെ പാദത്തിൽ നിങ്ങളുടെ നെറ്റിമുട്ടി
ഇനി എഴുതാട്ടോ, ഇനി ഇരുന്നാട്ടെ കുഞ്ഞുങ്ങൾ. അല്ലയോ എന്റെ കുഞ്ഞെ, കുട്ടികളായ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടായി നിങ്ങൾ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളുമുള്ള നല്ലവരായ കുട്ടികളായി മാറട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. നിങ്ങൾ നന്നായി വരും എന്റെ കുഞ്ഞ്, നന്നായി വരും എന്റെ കുഞ്ഞ്, എന്നും നന്നായി വരും. സമൂഹത്തിന് ഗുണകരമായ, സമൂഹത്തിന് മാതൃകയായ നല്ലവരായി വളരുവാൻ കൊടുവല്ലൂരമ്മ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്റെ കുഞ്ഞ് നന്നായി വരും, എന്റെ കുഞ്ഞ് നന്നായി വരും. ഇനിയും അമ്മമാർക്ക് പുറത്തോട്ടിറങ്ങാം. ഇനി നമ്മുടെ അകത്തെ ദീപാരാധനയാണ്.